Hi guys, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എന്താണ് നമ്മുടെ ജാസ്മിൻ മോളെയും നോറ മോളെയും ഒക്കെ ഹാപ്പി ആക്കാൻ മാത്രമുള്ള ഒരു എപ്പിസോഡായിരുന്നു. പവർ ടീമിനെ ടാർഗറ്റ് ചെയ്തിട്ട് നോറേനെയും ജാസ്മിനെയും ഹാപ്പി ആക്കി വെക്കുക, അതായിരുന്നു ഇന്ന് ലാലേട്ടൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് നല്ലോണം നടന്നിട്ടുണ്ട്. എന്താണ് നോറയ്ക്ക് നമ്മുടെ പവർ ടീം ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു, പോസ് എന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ ആ ടാസ്കിൽ നോറയ്ക്ക് സംസാരിക്കാനുള്ള അവസരം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ നോറയ്ക്ക് സംസാരിക്കാനായിട്ട് അവസരം കൊടുത്തു. നോറയ്ക്ക് പറയേണ്ടതല്ല അതിലൂടെ പറഞ്ഞു. നോറയുടെ വിചാരം ഇപ്പോൾ ജാൻമണി പുറത്ത് പോയി, അപ്പോൾ ലാലേട്ടനാണ് വൻ സപ്പോർട്ട്. അപ്പോൾ നോറ ഇപ്പോൾ വിചാരിക്കുന്നത് ഞാനാണ് പുറത്തെ സ്റ്റാർ കപ്പ് ഞാൻ തന്നെ കൊണ്ടുപോകുന്നു വിചാരിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അതിലൂടെ ലാലേട്ടൻ്റെ ഒരു ഗിഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നോറ ഇനി അടുത്ത വീക്കിൽ നോറയുടെ കളി കാണേണ്ട കളി തന്നെയായിരിക്കും. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നേരെ പോകുന്നത് നമ്മുടെ ജാസ്മിൻ മോളെ സ്നേഹിക്കാനാണ്. അപ്പോൾ സിബിനെ എന്തോ ഒരു ഗസ്റ്റ് കാണിച്ചു എന്നും പറഞ്ഞിട്ട് സിബിനെ പവർ റൂമിൽ നിന്നും ഔട്ടാക്കി, പിന്നെ ഡയറക്റ്റ് എവിക്ഷനിലും വിട്ടു. സോ ജാസ്മിൻ മോൾ എന്ന് പറയുന്നത് അവിടെ യാതൊരുവിധ തെറ്റും ചെയ്യാത്ത ഒരാളാണല്ലോ അല്ലേ. അപ്പോൾ ജാസ്മിൻ മോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു തെറ്റും ചെയ്യാത്ത മുതിർന്നവരോടത്തൊന്നും ഭയങ്കര ബഹുമാനമൊക്കെ കാണിക്കുന്ന വായിന്ന് നല്ല വേർഡ്സ് മാത്രം വരുന്നൊരു മോളാണ് ജാസ്മിൻ. സോ അങ്ങനെയുള്ള ഒരു മോളെടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കാന്നൊക്കെ പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ പിന്നെ ഇതിൻ്റെ അപ്പുറം കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ജാസ്മിൻ മോൾ അത്ര പെർഫെക്റ്റ് ആണല്ലോ. ഞാൻ ജാസ്മിനോട് ചെയ്തത് ശരിയാണെന്നല്ല ഞാൻ പറയണത്, പക്ഷേ ജാസ്മിൻ പറയുന്ന ആൾ ഇതിൻ്റെ അപ്പുറം അവിടെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അവളോട് ഇതിങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ശിക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. ഓഫ്കോഴ്സ് വേണമെങ്കിൽ ഡയറക്റ്റ് എവിക്ഷനിൽ ഇടായിരുന്നു, അതും ചെയ്തു. പിന്നെ പവർ റൂമിൽ നിന്നും ഔട്ടാക്കി എന്നൊക്കെ പറയുന്നത് അതൊരു ഫെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ജാസ്മിൻ മോൾ നല്ല ഹാപ്പി ആയിട്ടുണ്ട്, ഭയങ്കര നിഷ്കളങ്കമായിട്ടോ. ഓക്കെ ലാലേട്ട കുഴപ്പമില്ല. എനിക്ക് എന്തായാലും ഇവരുടെ അടുത്തുനിന്ന് ഒരു ന്യായമായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ഒന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് വലിയ പരാതിയൊന്നുമില്ല. ലാലേട്ട എന്നുള്ള രീതിയിൽ ഭയങ്കര മാന്യമായിട്ട് നല്ലൊരു കുട്ടിയായിട്ട് ഇന്നവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പവർ ടീമിൻ്റെ ജഡ്ജ്മെൻറ്റ് റോങ് ആയിരുന്നു എന്ന് ലാലേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അപ്സരയുടെ ടീമാണ് നന്നായി പെർഫോം ചെയ്തത് അൻസിമയുടെ ടീമിനേക്കാൾ. അപ്പോൾ അവരവിടെ ഒരു പാഷ്വാലിറ്റി കാണിച്ചു എന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടിട്ട് അപ്സരയുടെ ടീമും ഭയങ്കര തുള്ളിച്ചാട്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി സിബിനെ പേടിച്ചിട്ട് അപ്സരയും അവിടെയുള്ള എല്ലാവരും ജാസ്മിനും റസ്മിനും എല്ലാവരും ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേനും അടുത്ത ആഴ്ച പോലെ എന്തായാലും അപ്സരയ്ക്ക് ഒന്ന് ഓണാകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ശരിക്കും അതിനു വേണ്ടിയാണ് ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ലാലേട്ടൻ പറയുന്ന പോലെ അത്ര ഭയങ്കര പ്രശ്നങ്ങളുള്ള ഒരു പവർ ടീം ആയിരുന്നില്ല ഈ ഇത്തവണയുള്ള പവർ ടീം. സോ അവരൊക്കെ ഒന്ന് ഓണാക്കാൻ വേണ്ടി ലാലേട്ടൻ്റെ അടുത്തൊരു ട്രിക്കാണിതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഫൈനലി നമ്മുടെ ജാൻമോണി ഔട്ടായിരിക്കുകയാണ്. സോ ഈ ഒരു എവിക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു എവിക്ഷൻ ആയിരുന്നു. നല്ല കരഞ്ഞ് നിലവിളിച്ചുകൊണ്ടാണ് ജാൻമണി പുറത്തു പോയിരിക്കുന്നത്. സോ എനിക്ക് ഷോക്കിംഗ് ആയിട്ട് തോന്നിയത് നമ്മുടെ പവർ ടീമിൻ്റെ ബാഡ്ജ് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചപ്പോഴത്തേനും ശ്രീരേഖക്കാണ് കൊടുത്തത്. ഞാൻ എക്സ്പെക്ട് ചെയ്തത് അത് അൻസിബക്ക് കൊടുക്കുന്നതായിരുന്നു. പക്ഷേ ജാൻമണി എന്താണെന്ന് അറിയില്ല, അത് ശ്രീരേഖക്കാണ് കൊടുത്തത്. ഈവൻ ശ്രീരേഖ പോലും ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടാണ് അവിടെ ഉള്ളത്. പിന്നെ എന്തായാലും നാളത്തെ പ്രൊമോ വന്നിട്ടുണ്ട്, അതിൽ ജാസ്മിന് വയറ് നിറച്ച് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. അതെന്താവുമെന്ന് നമുക്ക് നാളെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.